നീ ഇവിടെ ഉണ്ടായിരുന്നാ? എന്താ പച്ചി എന്തെങ്കിലും വേണോ? ഏയ് ഒന്നുമില്ല മക്കളെ, ഞാൻ വെറുതെ കുറച്ചേരം സംസാരിക്കാന്ന് വിചാരിച്ചു. എന്താണ്? ഇരിക്കേ. അപ്പച്ചിക്കേ മോളോട് കാര്യം പറയാനുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നടന്നാ മതിയാ? പിന്നെ ഇത് ഇങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെയാ നടക്ക? അതല്ല, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അതിനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. നിനക്ക് ആരോടെങ്കിലും പ്രേമുണ്ടോ? എനിക്ക് ആരോടും പ്രേമൊന്നുമില്ല. ഉണ്ടെങ്കി പറ, അപ്പച്ചി സെറ്റാക്കി തരാ. അയ്യോ, എന്നിട്ട് വേണം നാട്ടുകാരുടെ അടുത്ത് മൊത്തം നോട്ടീസ് അടിച്ചോണ്ട് നടക്കാൻ. ഞാനങ്ങനെ ചെയ്യൂ? ചെയ്യില്ല. ജോലി ഇല്ലാണ്ടേ ഇങ്ങനെ നടന്നു കഴിഞ്ഞാ പയ്യന്മാരെ കിട്ടൂല. ഇപ്പോഴത്തെ പയ്യന്മാർക്ക് നല്ല ജോലിയുള്ള പെണ്ണുങ്ങളെ മതി. നിനക്ക് അതിന് വല്ല ജോലി ഉണ്ടാ? ഞാൻ വ്ളോഗറല്ലേ? വ്ളോഗറാ? വ്ളോഗിങ് നിനക്ക് എന്ത് കിട്ടും? 1000 വ്യൂസ് ആണ്ടാ നിനക്ക് കിട്ടിയത്? എന്റെ വ്യൂസ് ഒക്കെ എടുത്ത് നോക്കാറുണ്ടല്ലേ? അതിങ്ങനെ തോണ്ടുമ്പോ കാണും, അല്ലാണ്ട് ഇപ്പൊ ആര് കാണും നിന്റെ ചാനലിൽ? ഒന്നാമത് നിനക്ക് ഭയങ്കര മേക്കപ്പാ. കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി കൂടുതൽ കാരണം കൊണ്ട് ആൾക്കാർ എന്തായാലും വരില്ല. പിന്നെ നീ എന്തിനാണ് ആ വ്ളോഗിങ് കൊണ്ട് നടക്കുന്നത്? നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ. നിനക്ക് മറ്റേ ചതുരപ്പെട്ടി കിട്ടിയാ? എന്നിട്ട് അവിടെ അത് കണ്ടില്ലല്ലോ. അത് ഞാൻ വേറെ ഷൂട്ടിന് കൊടുത്തേക്കാം. എന്ത് ചതുരപ്പെട്ടി ഷൂട്ടിന്നാ? ആ ഷൂട്ടിനൊക്കെ ആവശ്യം വരും. എന്തിന്? ഒരു ചാനൽ കൊണ്ട് നടക്കണ്ട, ജോലിയില്ല, ഒരു തേങ്ങയില്ല, എന്തിട്ട് നടക്കണ നീ? മര്യാദക്ക് കല്യാണം കഴിക്കുമോളെ, അല്ലെങ്കിൽ നീ എന്തിനീ പ്രസവിക്കാൻ പോണത്? എന്താണത് മോളെ, പ്രസവിക്കേണ്ട പ്രായം കഴിഞ്ഞാൽ നിനക്ക് പ്രസവിക്കാൻ പറ്റില്ല. എന്ത് ഷേ? അതൊക്കെ ഒരു സമയത്തിന് നടക്കണം മോളെ. നിനക്ക് ഇവിടുത്തെ മൂത്ത കുട്ടിയല്ലേ നീ? നിന്നെ കണ്ടിട്ടല്ലേ താഴെയുള്ള പിള്ളേർക്കുള്ളോ? നീ ഇങ്ങനെ നടന്നാൽ ശരിയാവൂ? അപ്പൊ ചിന്ന കെട്ടിക്കാൻ വന്നതാണോ? കെട്ടിക്കാനല്ല, ഓരോ കാര്യങ്ങള് അതിന്റെ സമയത്ത് നടത്തുന്ന കാര്യങ്ങളുണ്ട്. അതിപ്പോഴും നിന്റെ അച്ഛനും അമ്മയ്ക്ക് ബോധമില്ല എന്ന് പറഞ്ഞ് ഞാൻ വന്നാലല്ലേ നടക്കുള്ളൂ. ഞാൻ പറയണത് കേൾക്ക് മോള്. നീ ജോലിക്ക് നീ പോണില്ല, എന്നാ കല്യാണമെങ്കിലും കഴിക്കും. അപ്പച്ചിക്ക് കെട്ടിച്ചിട്ട് എന്തിനാണ്? ഒരു സന്തോഷല്ലേ? ഒരു എന്റെ വീട്ടില് തറവാട്ടിലെ ഒരു കുട്ടി കല്യാണം കഴിക്കണു, ആ കല്യാണം ഞാൻ കൂടുന്നു. എന്റെ നല്ല സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് അത്ര സന്തോഷമൊന്നുമില്ല. എന്നാ വേണ്ട, നീ കേട്ടോണ്ട് അവിടെ ഇരുന്നോ. ചെക്കനും കിട്ടില്ല, ജോലിയും ഇല്ല, വ്ളോഗിങ് അത്ര. ഇപ്പം പിള്ളേർക്ക് എന്താ ഭ്രാന്തായ? ആ കൃഷ്ണ എവിടെ? എനിക്കറിയാം, അപ്പുറത്തെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇനി അതെന്താണാവോ പോണത്? ഹോട്ടൽ മാനേജ്മെന്റും പഠിച്ചിട്ടുണ്ട്, ഇനി അതിനും വേണ്ടേ കല്യാണം കഴിക്കല്? ഈശ്വരാ, ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്താണ്? കൃഷ്ണ തപ്പിക്കൊണ്ട് വാ, നമുക്ക് പോയി തപ്പാ. അതിന് ഞാൻ വരണോ? പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് കിടക്കല്ലേ, ഈ ഒരു കമ്പനിക്ക് വാ. ഞാൻ വന്നൊന്നുമില്ല. എന്തായാലും കല്യാണം കഴിക്കാൻ നടക്കല്ലേ, അപ്പൊ പിന്നെ ഇതൊക്കെ പണിയൊക്കെ ചെയ്യുവാ. എന്താ കല്യാണം കഴിക്കാതെ ഒരു പണി കണ്ട പണികളൊക്കെ ചെയ്യാൻ പറയണേ? നീ എന്തെങ്കിലും പണി ചെയ്യണ്ട. നിന്നെ കഴിഞ്ഞ പ്രാവശ്യം ആ ചാനലില് ഏതോ ഒരു വീഡിയോ നീട്ടുണ്ടായിരുന്നില്ല, എവിടേക്കോ പോയ വീഡിയോ ഒരാള് പോലും ലൈക്ക് ചെയ്തിട്ടില്ല. ഞാനും ഒരു ലൈക്ക് കൊടുത്തു. എന്തെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ ചെയ്യ്, അല്ലാണ്ട് ഈ പഴയ കുണ്ടാവണ്ടിയൊക്കെ ചെയ്താൽ ആരും കാണാണ്ടില്ല. വേണമെങ്കിൽ പുറത്തുനിന്ന് കാശ് കൊടുത്ത് വെക്ക്, അല്ലെ കാശ് കൊടുത്ത് നമുക്ക് സബ്സ്ക്രൈബോ അത് കൂട്ടാൻ പറ്റും. കാശ് കൊടുത്താൽ മതി. എനിക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. നിനക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 2 ലക്ഷം. 2 ലക്ഷം? ഉറപ്പാണോ? പോരട്ടെ? 20,000. 20,000 ഉണ്ടോ? മോളെ, ഞാൻ നിന്റെ യൂട്യൂബ് ചാനൽ നോക്കണല്ലേ, എത്ര ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ? എത്രയുണ്ട് നീ പറഞ്ഞോ? 2,000. ഓരോരുത്തർ പെട്ടിക്ക് വാങ്ങിച്ചിട്ട് ഇത് റെഡാ ബ്ലൂ എന്തൊക്കെ പട്ടം കിട്ടിയത് നിനക്ക്? ബട്ടണല്ല. ആന വായ പൊളിക്കാൻ കണ്ടിട്ട് അണ്ണ വായ പൊളിച്ചിട്ട് കാര്യമുണ്ടോ? ഒന്നും പറയില്ല. കൃഷ്ണ തപ്പാൻ വാ, മുത്തു വാ. ചൊറിഞ്ഞു കഴിഞ്ഞില്ലേ? വാ.